കള്ളനോട് ക്ഷമിച്ചിരിക്കുന്നു. നല്ലവനായ കള്ളനായിട്ടല്ലേ തിരിച്ചു കൊണ്ടുതന്നത്. അല്ലെ ലോകത്ത് ആരെങ്കിലും ഇത് തിരിച്ചു കൊണ്ട് തരുമോ? അതെ, സന്തോഷമായപ്പോ ഭയങ്കര സന്തോഷമാണോ. എനിക്ക് എന്തോന്ന് പറയാൻ പറ്റാത്ത ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അന്നേരം. അപ്പൊ ഇങ്ങനെയുള്ള കള്ളന്മാരും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ദയവായി എന്റെ വണ്ടി കൊണ്ടുപോയ ആളുകള് ആരായാലും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും ആ വണ്ടിക്കുള്ളിലുണ്ട്. ദയവായിട്ട് ആ വണ്ടി നിങ്ങൾ എടുത്തോ, പക്ഷെ എന്റെ ആ ഡോക്യുമെന്റ്സ് എനിക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരാനുള്ള ഒരു മനസ്സ് കാണിക്കണം. സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കുക എന്ന് മാത്രമല്ല, പിന്നെ കേസും പിൻവലിക്കുക മാത്രമല്ല, അവന് ഒരു ഗ്ലാസ് സേമിയ പായസം വെച്ച് കൊടുത്തിരിക്കും. ചേച്ചി അപ്പൊ നല്ലവനായ കള്ളനോട് ചേച്ചി ക്ഷമിച്ചിരിക്കുന്നു. 80% അപ്പൊ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളനോടാണ്. സോറി, കള്ളന്ന് വിളിക്കുന്നതിനൊക്കെ വിഷമമൊന്നും കാണത്തില്ലോ. എന്തായാലും കള്ളൻ തന്നെ ആണല്ലോ. അവനെ അങ്ങനെ വിളിക്കാൻ പറ്റും. അവൻ എന്നോട് വന്നൊരു ചേച്ചി ഒരു 2000 രൂപ എനിക്ക് വേണം, ഒരു അത്യാവശ്യം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ കടവാന്നേലും 10,000 വാങ്ങിച്ച് ഞാൻ കൊടുത്തേനെ. ഈ ഒരു ചതി എന്നോട് ഭയങ്കര ഒരു ചതി അവനോട് കാണിച്ചു. ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി എച്ചിപ്പാത്രം കഴിവുണ്ടാക്കുന്ന പൈസയാണ്. ചേച്ചിയുടെ ഒരു അധ്വാനത്തിന്റെ ഫലമായി വാങ്ങിയ ഒരു ഇരുചക്ര വാഹനമാണ്. ആരെയും കട്ടും പൊട്ടിച്ചൊന്നുമല്ല. എനിക്കതില്ല, ചലിക്കാൻ പറ്റത്തില്ല. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്റെ ശാരീരികാവസ്ഥ എല്ലാവർക്കും. ഏറ്റവും വിലപ്പെട്ട രേഖകൾ തിരിച്ചു തന്നല്ലോ. അതുകൊണ്ട് അവരോട് നമ്മൾ 80% ക്ഷമിച്ചിരിക്കുന്നു. അതിൽ ആ ഒരു മനസ്സ് ചേച്ചിക്ക് ഉണ്ടായതുകൊണ്ടാണല്ലോ. വേറെ ആരും അങ്ങനെ ചെയ്യത്തില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് പന്തളത്താണ് കേട്ടോ. പന്തളം കുരമ്പാല എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ചേച്ചിയെ കണ്ടില്ലേ? ചേച്ചിയുടെ പേര് ശ്രീജ എന്നാണ്. 6 വർഷമായിട്ട് കുടുംബശ്രീ ഹോട്ടൽ നടത്തി ജീവിച്ചു വരുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ അംഗമായ ചേച്ചിയാണ്. 2 ആഴ്ച മുമ്പ് ചേച്ചിയുടെ ഏക ആശ്രയമായിരുന്ന ഇരുചക്ര വാഹനവും അതിലുണ്ടായിരുന്ന വിലപ്പെട്ട രേഖകളും മോഷണം പോയി. ഇവിടെ വെച്ചിരുന്ന വണ്ടിയാണ് മോഷ്ടാവ് അപഹരിച്ചുകൊണ്ട് പോകുന്നത്. CCTV ദൃശ്യമൊക്കെ കിട്ടി. അതിനകത്തൊരു പയ്യനാണ് കൊണ്ടുപോകുന്നതെന്നും അറിയാൻ കഴിഞ്ഞു. ഈ മോഷണം പോയപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞിരുന്നു, നീ വണ്ടി കൊണ്ടുപോക്കോ, എൻ്റെ വിലപ്പെട്ട രേഖകൾ എങ്ങനെയെങ്കിലും തരണേന്ന് പറഞ്ഞു. അടുത്തൊരു ഫേസ്ബുക്കിൽ ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്തോലെ ഇത് കള്ളൻ കണ്ടു, ഈ കൊണ്ടുപോയ അതെ ഉള്ള കള്ളനാ. അപ്പൊ ഈ കള്ളന് ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ചേച്ചിയുടെ ഒരു പോസ്റ്റ്, നീ ആ വണ്ടി കൊണ്ടുപോയിക്കോ, പൈസ എടുത്തോ, എൻ്റെ വിലപ്പെട്ട രേഖകൾ ഇനി തരണേന്ന് കള്ളനോട് അപേക്ഷിച്ചു. കാരണം അപേക്ഷിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഇതൊക്കെ ഒന്നേന്ന് തുറന്ന് ഒപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും മനസ്സലിഞ്ഞ ആ നല്ലവനായ കള്ളൻ കഴിഞ്ഞ ദിവസം രാവിലെ എന്തോലും രാത്രിയിലോ എപ്പോഴോ ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ ചേച്ചിക്ക് അതിനകത്ത് പാൻ കാർഡ് ഉണ്ടായിരുന്നു, ആധാർ കാർഡ് ഉണ്ടായിരുന്നു, റേഷൻ കാർഡ് ഉണ്ടായിരുന്നു, പാസ്ബുക്ക്, ATM കാർഡ്, എന്തോലും അതെല്ലാം കൊണ്ടു തന്നു. എത്രയെങ്കിലും നിനക്ക് തരാൻ ഒരു മനസ്സ് തോന്നിയല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കള്ളന്മാരും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ATM കാർഡ്, ആധാർ കാർഡും കിട്ടിയില്ല. 7,500 രൂപയും കൊണ്ട് അത് കൊണ്ടുപോട്ടെ. ചിലപ്പോൾ അവനത് വിൽക്കാൻ വല്ലതും ആയിരിക്കും. ആധാർ കാർഡിന്റെ ആവശ്യമില്ലേ, ഓണറിന്റെ ആധാർ കാർഡ് വേണമല്ലോ വണ്ടി വിൽക്കണമെങ്കിൽ അല്ലേ? അങ്ങനെയും വരാം. എന്തായാലും മോനെ ആ ആധാർ കാർഡും കൂടെ നീ കൊണ്ടു തന്ന നല്ലതാണ്. ചേച്ചി പറയുന്നത് ചേച്ചിയുടെ മോന്റെ പ്രായമുള്ള ഒരാളെ കള്ളനാണെന്നാണ് ചേച്ചി പറയുന്നത്. ഞാൻ കണ്ടെടുത്തോളം അത്രേ ഉള്ളൂ. ഇത് ഞാൻ രാവിലെ വന്ന് തുറന്നു, ഷട്ടർ തുറന്നിട്ട് അകത്ത് കയറി അകവെല്ലാം തൂത്ത് ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ കുടയാനായിട്ട് പൊക്കിയപ്പോൾ ഇതിന്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സന്തോഷമായപ്പോ ഭയങ്കര സന്തോഷമാണോ. എനിക്ക് എന്തോന്ന് പറയാൻ പറ്റാത്ത ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അന്നേരം. കാരണം എൻ്റെ പാൻ കാർഡ്, എൻ്റെ പപ്പ മരിച്ചിട്ട് ഇപ്പോൾ 2 മാസം ആയതേ ഉള്ളൂ. പുള്ളിയുടെ ഡോക്യുമെന്റേഷൻ എല്ലാം നമ്മുടെ പേരിലേക്കൊക്കെ ആക്കണമെങ്കിൽ അച്ഛൻ്റെ ആധാർ കാർഡും മറ്റു ഇതെല്ലാം വേണ്ടേ. പുള്ളിയുടേത് വരെ ഇതിനകത്തിലുണ്ടായിരുന്നു. അതെല്ലാം ഇതിനകത്തിലുണ്ടായിരുന്നത് റേഷൻ കാർഡ് ഉണ്ടായിരുന്നു, എൻ്റെ പാൻ കാർഡ്, വോട്ടേഴ്സ് ID, ATM കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, നഷ്ടപ്പെട്ട രേഖകളെല്ലാം കിട്ടിയോ? എൻ്റെ ഇല്ല. എൻ്റെ ആധാർ കാർഡും പോയി, 7,400 രൂപയും പോയി. അത് മിസ്സിംഗ് ആണ്. ബാക്കിയെല്ലാം കിട്ടിയില്ലേ? ബാക്കിയെല്ലാം പോയി. ബൈക്കും പോയി. വണ്ടി എവിടെയാണ് ചേച്ചി വെച്ചിരുന്നേ? വണ്ടി തേണ്ടി ഇവിടെ ഈ സ്പോട്ടിൽ ഇവിടെ വെച്ചിരുന്നത്. എന്ത് സ്കൂട്ടിയായിരുന്നു? ബ്ലാക്ക് ആക്സസ്. നമ്മൾ ആറ്റുനോറ്റ് വാങ്ങിയൊരു വണ്ടിയാണ് കൊണ്ടുപോയത്. ഉപജീവന മാർഗത്തിന് ആ വണ്ടി ഉണ്ടല്ലേ ഇത് ഹോട്ടൽ ഓടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. എനിക്ക് സാധനമൊക്കെ മേടിക്കാൻ പറ്റും. എന്റെ കൈ വയ്യാത്തതാ. ആക്സിഡന്റിൽ എന്റെ കൈ ഹാൻഡ് ഇതായത് ഒടിഞ്ഞതാ. പിന്നെ എനിക്ക് വണ്ടിയെ ബസ്സിൽ കയറി ഇറങ്ങാനും ഒന്നും പറ്റത്തില്ല. നല്ലവനായ കള്ളൻ നമുക്ക് പറയാൻ പറ്റുമോ? തിരിച്ചു കൊണ്ടുവന്ന 70% നല്ലവനായ കള്ളനായിട്ടല്ലേ തിരിച്ചു കൊണ്ടുതന്നത്. അല്ലെ ലോകത്ത് ആരെങ്കിലും ഇത് തിരിച്ചു കൊണ്ട് തരുമോ? അതെ. എന്തായാലും ചേച്ചിക്ക് സന്തോഷമാണോ? ഇപ്പൊ എനിക്കിപ്പം ഒരു 80% ഹാപ്പിയാ. കള്ളനോട് ക്ഷമിച്ചിരിക്കുന്നു. കാരണം അവന് കൊച്ചു പയ്യനാ. അവനെ CCTV കാണാം നമുക്ക്. അതുവഴി അങ്ങോട്ട് തുഴഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. കൊച്ചു പയ്യനാ. എന്റെ മോന് 24-25 വയസ്സുണ്ട്. അവന്റെ അത്രയും പ്രായമേ കാണത്തുള്ളൂ. ദൂരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ CCTV-യിൽ. അത് ശരിക്കും അവൻ നേരത്തെ അത് നോക്കിയതാ. അപ്പുറത്ത് നിന്നിട്ട് പിന്നെ CCTV മുഖം വരാത്ത രീതിയിലൊക്കെ അത് ശരിക്കും ആലോചിച്ചിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഡോക്യുമെന്റ് ഇവിടെ കൊണ്ടുവച്ചു അവൻ. മിടുക്കന. എൻ്റെ വണ്ടി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മക്കളെ പോലായിരുന്നു. കാരണം എനിക്ക് എവിടെ പോകണമെങ്കിലും എന്തൊരാവശ്യത്തിന് എനിക്ക് ആ വണ്ടി ഇല്ലാതെ പറ്റത്തില്ല. എൻ്റെ വീട് ഇവിടുന്ന് 1/2 കിലോമീറ്റർ അപ്പുറത്താണ്. രാത്രി ചിലപ്പോൾ ഓർഡർ ഒക്കെ ഉള്ള ദിവസം ഞാൻ വീട്ടിൽ നിന്ന് 4 മണിക്കൊക്കെ വരേണ്ടതായിട്ട് വരുമായിരുന്നു. അപ്പോഴൊക്കെ ആ വണ്ടി ഉള്ളപ്പോൾ എനിക്ക് പെട്ടെന്ന് വരായിരുന്നു.
ഒരു വിറക് മേടിക്കാനാണെങ്കിൽ ഇപ്പൊ എല്ലാം ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചാ പോന്നെ. എൻ്റെ അളിയൻ്റെ കാർ ഇവിടെ കിടപ്പുണ്ട്, എൻ്റെ മോൻ്റെ ബൈക്ക് ഇവിടെ ഉണ്ട്. ഞങ്ങൾ അതിനുശേഷമാണ് ബൈക്ക് എടുത്ത് അത് വെച്ചത്. അപ്പോൾ ഇതൊന്നും എടുക്കാതെ ഇത് എടുത്തുകൊണ്ട് പോയത് വളരെ കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗം. വിൽക്കാൻ വേണ്ടി തന്നെ. പക്ഷേ പിന്നെ ഞാനിപ്പോഴും ഇത് വിശ്വസിക്കുന്നില്ല, ഒരു കള്ളൻ ഇങ്ങനൊരു സാധനം തിരിച്ചിവിടെ കൊണ്ടുവരത്തില്ല. തൊട്ടപ്പുറത്തിരിക്കുന്ന എൻ്റെ മോൻ്റെ ബൈക്ക് ഞങ്ങൾ പിന്നെ എടുത്ത് അകത്ത് വെച്ചത്. കാറും ഉണ്ടായിരുന്നു ആങ്ങളയുടെ, തൊട്ടപ്പുറത്തിരിക്കുവായിരുന്നു. അതിനിപ്പുറത്ത് എന്റെ രാമുവിനെ പട്ടിയെ കെട്ടിയേക്കുവാ. കള്ളനോട് പറയാനുള്ള എന്തോ അഹങ്കാരം കാണിക്കരുത്, ഇങ്ങനെയുള്ള തെമ്മാടിത്തരം കാണിക്കരുത്. ക്ഷമിച്ചു നമ്മുടെ മനുഷ്യത്വം കൊണ്ട് ക്ഷമിച്ചു. ഡോക്യുമെന്റ്സ് തിരിച്ചു വന്നത് ചിലപ്പോൾ അവനാണോ എന്ന് അറിയത്തില്ല. അവൻ പൊളിക്കാൻ കൊണ്ടുപോയി വർക്ക്ഷോപ്പിലെ അവൻ ഇവിടെ കൊണ്ടിട്ടാവെന്നും അറിയത്തില്ല. ഇപ്പൊ വർക്ക്ഷോപ്പിലെ ആളാണ്, അല്ലെങ്കിൽ അവൻ കൊണ്ടുപോയി കൊടുക്കാൻ കൊണ്ട് ആക്രിക്കടയിലെ ആളാണെങ്കിൽ ഇതിന്റെ പുറകെ നടക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് അവൻ കൊണ്ടിട്ടതായാലും മതി. കള്ളനാണ് കൊണ്ടുപോയവൻ കൊണ്ടുവരണമെന്നില്ലല്ലോ. നമ്മളോട് ചെയ്തതുപോലെ വേറെ ആരോടും ചെയ്യാൻ പാടില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരൊന്നും അധികം ആയുസൊന്നും കാണത്തില്ല ഇങ്ങനൊന്നും ചെയ്യുന്നവനൊന്നും. അങ്ങനെയുണ്ട്. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. താൽക്കാലിക ലാഭം കാണും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ബെനിഫിറ്റ് അവന് കിട്ടത്തില്ല അതിനകത്ത്.